തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് എംഎൽഎമാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ രാവിലെ 10:00 ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാകും യോഗം ചേരുക. എഐസിസി നിരീക്ഷകരായി കേരളത്തിലെത്തിയ മുഗൾ വാസ്നിക്കും അജയ് മാക്കനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പിന്തുണയ്ക്കുന്നുവെന്നറിയാൻ ഓരോ എംഎൽഎമാരെയും തനിച്ച് കണ്ട് അഭിപ്രായം തേടും. എംപിമാരുമായും മുൻ കെപിസിസി അധ്യക്ഷന്മാരുമായും പ്രവർത്തക സമിതി അംഗങ്ങളുമായും ഇവർ കൂടിക്കാഴ്ച നടത്തും. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, കോൺഗ്രസിൽ ഇപ്പോൾ ആരാകണം മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അപ്പോഴാണ് ഇതാ എഐസിസി നേതൃത്വം കേരളത്തിലേക്ക് എത്തുന്നത്. എംഎൽഎമാരുടെ അഭിപ്രായം എന്തെന്ന് ചോദിക്കാൻ. ഇപ്പോൾ എംഎൽഎമാരുടെ അഭിപ്രായം മാത്രം കണക്കിലെടുത്താകുമോ തീരുമാനമുണ്ടാവുക, അതോ മറ്റ് ഘടകങ്ങൾ കൂടി പരിഗണിച്ചാകുമോ ഈ തീരുമാനത്തിലേക്ക് എത്തുക? ഔപചാരികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ ആരെ പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ അവർ ആർക്കൊപ്പമാണ് നിലയുറപ്പിക്കുന്നത് എന്ന് വ്യക്തമായി അറിയുന്നതിന് വേണ്ടി, അത് നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഹൈക്കമാൻഡിൻ്റെ 2 പ്രതിനിധികൾ ഇന്നലെ തലസ്ഥാനത്തെത്തിയിരിക്കുന്നത്. അനൗദ്യോഗികമായി ഇന്നലെ എല്ലാ എംഎൽഎമാർക്കും രാവിലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തെത്താൻ. അങ്ങനെ എംഎൽഎമാർ ഇന്നലെ തന്നെ ഭൂരിപക്ഷം എംഎൽഎമാരും കോൺഗ്രസ് എംഎൽഎമാരും തലസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. രാവിലെ 10:00 അജയ് മാക്കാൻ്റെയും അതോടൊപ്പം തന്നെ മുഗൾ വാസ്നിക്കിൻ്റെയും സാന്നിധ്യത്തിൽ ഈ ആദ്യ നിയമസഭാ കക്ഷി യോഗം ചേരുക. അവിടെ ഈ 63 എംഎൽഎമാരെയും നേരിൽ കണ്ട് ഓരോരുത്തരെയായി പ്രത്യേകം കണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പിന്തുണയ്ക്കുന്നുവെന്ന കൃത്യമായ നിലപാട് അവർ ആരായും. അതിനുശേഷമായിരിക്കും മുതിർന്ന നേതാക്കളുമായും കെപിസിസിയുടെ മുൻ അധ്യക്ഷന്മാരുമായും അവർ കൂടിക്കാഴ്ച നടത്തുക. കഴിഞ്ഞ ദിവസം പ്രവർത്തക സമിതി അംഗമായ AK ആന്റണിയുമായി സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവാണ് അദ്ദേഹവുമായി ഇന്നലെ വൈകിട്ട് തന്നെ അവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ശേഷിക്കുന്ന മുൻ കെപിസിസി അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ച് ഘടകകക്ഷികളുടെ പ്രതിനിധികളുമായി കൂടി ഈ ഹൈക്കമാൻഡ് പ്രതിനിധികൾ അവരുടെ അഭിപ്രായം കൂടി തേടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിനുശേഷം അവർ ഡൽഹിയിലേക്ക് മടങ്ങും. അതിനുശേഷമായിരിക്കും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുക. എന്തായാലും ഒരാഴ്ചക്കകം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഒരാഴ്ചക്കകം തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒടുവിലത്തെ സൂചനകൾ. ഞാൻ അതുപോലെ തന്നെ ഈ സീനിയോറിറ്റി കണക്കിലെടുക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത കൂടുതൽ. അതിനുള്ള നീക്കങ്ങളും രമേശ് ചെന്നിത്തല നടത്തുന്നു എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ? അത്തരത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരുന്നു. ഡൽഹിയിൽ അദ്ദേഹം പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളെയൊക്കെ രഹസ്യമായി കണ്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. 2021 അസാധാരണമായ ഒരു സാഹചര്യം കാരണമാണ് സംസ്ഥാനത്ത് ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. അവിടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏതെങ്കിലും പ്രവർത്തനങ്ങളിലെ വീഴ്ചയല്ല. അന്ന് ഈ കോവിഡ് മഹാമാരി നിലനിന്നിരുന്നത് മൂലമുണ്ടായ പ്രതിസന്ധികൾ പലതുണ്ടായിരുന്നു. സംഘടനാ തലത്തിലടക്കം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ നേരത്തെ തന്നെ ഒരുക്കാൻ കഴിയാതെ പോയ സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം നേരത്തെ വിശദീകരിച്ചതാണ്. മാത്രമല്ല അന്ന് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയ സാഹചര്യം ഒരു വാക്കുപോലും പറയാതെയാണ് തന്നെ മാറ്റിയത്. ഉമ്മൻചാണ്ടിയുടെ ഉൾപ്പെടെ പിന്തുണ തനിക്കുണ്ടായിരുന്നു. മാറ്റരുത് എന്ന് ഉമ്മൻചാണ്ടി അടക്കം നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ടാണ് തൻ്റെ വാക്ക് കേൾക്കാതെ തന്നെ അന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നാണ് ചെന്നിത്തല ദേശീയ നേതാക്കളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാക്ക് പോലും അന്ന് പാർട്ടിക്കെതിരെ താൻ നിലപാടെടുത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാവെന്ന നിലയിൽ തൻ്റെ ഭരണപരിചയം കൂടി കണക്കിലെടുത്തുകൊണ്ട് രാജീവ് ഗാന്ധിയുമൊക്കെയായുള്ള ബന്ധം കൂടി കണക്കിലെടുത്തുകൊണ്ട് K കരുണാകരൻ്റെ ശിഷ്യനാണ് താനെന്ന കാര്യം മറക്കാതെ പോകരുത് എന്ന കാര്യമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തനിക്ക് വേണ്ടി ക്ലെയിം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KC വേണുഗോപാലിനാണ് ഈ എംഎൽഎമാരിൽ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയുള്ളത്. KC വേണുഗോപാൽ പക്ഷം ശക്തമായി തന്നെ അദ്ദേഹത്തെ സംസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയായി എത്തിക്കാനുള്ള നീക്കം വളരെ സജീവമാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന് വേണ്ടി സതീശൻ ക്യാമ്പും വലിയ തരത്തിലുള്ള പ്രചാരണം, അതായത് സൈബർ ഇടങ്ങളിൽ തുടങ്ങിയ ഈ വാക്പോര് അല്ലെങ്കിൽ സതീശന് വേണ്ടിയുള്ള മുറവിളി അത് സമൂഹ മാധ്യമത്തിലടക്കം VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നൊരു അഭിപ്രായം കൂടുതലായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇത്ര വലിയൊരു വിജയം UDFന് ലഭിക്കാനുള്ള വഴി തെളിച്ചത് VD സതീശനാണെന്നൊരു അഭിപ്രായം സമൂഹ മാധ്യമത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൂടി പരിഗണിച്ചായിരിക്കില്ല ആരാകണം മുഖ്യമന്ത്രി എന്ന തീരുമാനത്തിലേക്ക് എത്തുക? സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളല്ല കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്ന് AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും KPCC അധ്യക്ഷനുമൊക്കെ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു.
പാർട്ടിക്ക് പാർട്ടിയുടേതായ നടപടിക്രമങ്ങളും ചിട്ടവട്ടങ്ങളുമുണ്ട്. അതനുസരിച്ച് മാത്രമാകും മുഖ്യമന്ത്രി തീരുമാനിക്കുക. അതിനപ്പുറത്തേക്ക് സൈബർ ഇടങ്ങളിൽ നടത്തുന്ന പ്രചാരണത്തിലൂടെയല്ല മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ നടത്തുന്ന പ്രചാരണങ്ങൾ ഓരോ നേതാക്കളോടുള്ള താല്പര്യത്തിൻ്റെ പേരിൽ അവരെ അനുകൂലിക്കുന്നവർ നടത്തുന്ന പ്രചാരണം മാത്രമായാണ് നേതൃത്വം കാണുന്നത്. സമാനമായ തരത്തിൽ സൈബർ ഇടങ്ങളിൽ മറ്റ് നേതാക്കൾക്ക് വേണ്ടിയും ഈ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു തരത്തിലും ഒരു കാരണമായി ന്യായമായി കണക്കിലെടുക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം. അതുകൊണ്ട് തന്നെ ഏത് നിലപാടായിരിക്കും ഈ ഹൈക്കമാൻഡ് പ്രതിനിധികളെ MLA-മാർ അറിയിക്കുക എന്നത് നിർണായകമാണ്. അതിനുശേഷം ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്താനാണ് നിലവിലെ സാഹചര്യം. കാരണം ഒരു വിട്ടുവീഴ്ചയ്ക്ക് ആരും തയ്യാറല്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഗാന്ധി കുടുംബം എടുക്കുന്ന നിലപാട് തന്നെയാകും ഈ വിഷയത്തിൽ അവസാന വാക്കായി മാറുക. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി എടുക്കുന്ന നിലപാടായിരിക്കും സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്.